ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുമസിൻ്റെ അനുഗ്രഹങ്ങളും മംഗളങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റ സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുമസിൻ്റെ അല്ലെങ്കിൽ തിരുപ്പിറവിയുടെ അവസരത്തിൽ ഒട്ടും തന്നെ പരാമർശിക്കപ്പെടാത്ത അല്ലെങ്കിൽ ധ്യാന വിഷയമാക്കാത്ത ഒരു തിരുവചന ഭാഗമുണ്ട്. വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളാണ് നമ്മളത് കാണുന്നത്. അവിടെ നമുക്കറിയാം, വലിയൊരു അടയാളം സ്വർഗത്തിൽ കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവള് ഗർഭിണിയായിരുന്നു, പ്രസവ ക്ലേശത്താൽ ഞെരുങ്ങി. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഒരു അടയാള സ്വർഗത്തിൽ കാണപ്പെട്ട ഒരു ഉഗ്ര സർപ്പം. എന്നിട്ട് അടുത്ത കാര്യം പറയുന്നത് 4-ാമത്തെ വാക്യത്തിൽ, ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തു നിന്നു. സർപ്പം ആ ശിശുവിനെ, ആൺകുട്ടിയെ വിഴുങ്ങുവാനായിട്ട് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ പക്കൽ കാത്തു നിൽക്കുന്നു. പക്ഷെ സർപ്പത്തിന് ആ ആൺകുട്ടിയെ കിട്ടുന്നില്ല. ഈ കാത്തുനിൽപ്പും പരിശ്രമമാണ് ഹെറോദോസ് രാജാവ് വഴിയായിട്ട് ബെത്ലഹേമില് കുഞ്ഞുങ്ങളെ വാളിനിരയാക്കുന്ന സംഭവത്തിൽ അരങ്ങേറുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഈശോയുടെ തിരുജനനത്തിൽ ഏറ്റവും അസ്വസ്ഥപ്പെട്ട നരകമാണ്, സാത്താനാണ്. യോഹന്നാന്റെ 1-ാം ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 8-ാം തിരുവചനം നമുക്ക് എല്ലാവർക്കും അറിയാം. പിശാചന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന് പ്രത്യക്ഷനായത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് പ്രത്യക്ഷനാകുന്ന തിരുപ്പിറവിയുടെ ക്രിസ്മസിന്റെ അവസരത്തിൽ ഏറ്റവും അധികമായിട്ട് അസ്വസ്ഥപ്പെടുന്ന സാത്താൻ തന്നെയാണ്. ആ അസ്വസ്ഥതയാണ് ബെത്ലഹേമിൽ അവൻ സൂചിപ്പിച്ചതുപോലെ ഹെറോദോസ് വഴി അദ്ദേഹത്തിൻ്റെ ക്രൂരരായ പടയാളികൾ വഴി അത്രയധികം കുഞ്ഞുങ്ങളെ അരിഞ്ഞു വീഴ്ത്തുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയത്. ദൈവം മനുഷ്യനായി അവതരിക്കുന്ന ക്രിസ്തുമസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോയുടെ തിരുപ്പിറവിയുടെ ഉന്നത ലക്ഷ്യത്തെ നമ്മൾ ഈ ഒരു വചന വ്യക്തതയിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബെനഡിക്റ്റ് 16 പാപ്പ എഴുതിയ ജീസസ് ഓഫ് നസറത്ത് എന്നൊരു പുസ്തകം, ആ പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന് പാപ്പ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കൊടുക്കുന്നുണ്ട്. ദൈവം മനുഷ്യനായി അവതരിക്കുക വഴി മനുഷ്യവർഗത്തിന് എന്ത് നന്മയാണ് കിട്ടിയത്? അവിടുന്ന് പിശാചിന്റെ തലയെ തകർത്തു എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇന്നും പിശാച് എന്തുമാത്രം ആധിപത്യം പുലർത്തിക്കൊണ്ട് കണിയൊരുക്കൊണ്ട് പ്രവർത്തനനിരതമായിരിക്കുന്നു. അവിടുന്ന് മരണത്തെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നു. എങ്കിലും ഇപ്പോഴും നമ്മളെല്ലാവരും മരണത്തിന് വിധേയമായിരിക്കുന്നു. നമ്മുടെ രോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുത്തെന്ന് പറയുന്നുണ്ട്. എങ്കിലും എന്തുമാത്രം പുതിയ പുതിയ രോഗങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് പരിഹാരം ചെയ്ത് അവസാനിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് എന്തുമാത്രം പാപങ്ങളായി ഇപ്പോഴും അവൻ സമാധാനം സ്ഥാപിച്ചു എന്ന് പറയുന്നിടത്തും എന്തുമാത്രം അസമാധാനം, അസ്വസ്ഥത, ഭിന്നിപ്പുകൾ, സഭയിൽ പോലും എന്തുമാത്രം ഭിന്നിപ്പുള്ള കുടുംബങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ ഏത് രീതിയിലാണ് ദൈവം മനുഷ്യനായി അവതരിക്കുക വഴി മനുഷ്യവർഗത്തിനൊരു സഹായം മെച്ചം ഉണ്ടായത് എന്ന് ചോദിച്ചിട്ട് പാപ്പ ഉത്തരം പറയുകയാണ്, ദൈവം കൂടെയുള്ളവരായി ജീവിക്കാനുള്ള അവസരമാണ് ഈശോയുടെ മനുഷ്യാവതാരം നമുക്ക് തന്നത്. ദൈവം കൂടെയുള്ളവരായി ജീവിക്കുക, എമ്മാനുവേൽ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തില് സർപ്പത്തിന്റെ രംഗപ്രവേശനം വഴി ഉണ്ടാകുന്ന പാപത്തിന്റെ ഫലമായി ഉണ്ടായ ഏറ്റവും വലിയൊരു അപജയം, ദൈവസാന്നിധ്യം മനുഷ്യർക്ക് അന്യമായി തീർന്നു. ദൈവത്തിന്റെ പക്കലേക്ക് വരാൻ പറ്റാത്ത രീതി, ദൈവത്തെ ഒരു ഭീകരമായ ധാരണ, ദൈവത്തിന്റെ കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ ഓടി ഒളിക്കുന്ന അനുഭവം, അങ്ങനെ പർദീസയ്ക്ക് പുറത്തേക്ക് പോകുന്നു, ദൈവമില്ലാത്തവരായിട്ട് മാറി. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ അവതരിക്കുമ്പോൾ അവിടത്തേക്കുള്ള പേരായിട്ട് മത്തായി സുവിശേഷം 1-ാമതിൽ വായിക്കുന്നു, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നതിന്റെ കരുത്ത് എന്താണ്? മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 43 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അശുദ്ധാത്മാവ് ഒരു വ്യക്തി വിട്ടുപോകുമ്പോൾ തിരിച്ചു കയറാനായിട്ട് ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു. ഇറങ്ങിപ്പോകുന്ന വീട്ടിലേക്ക് തന്നെ വന്ന് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ പക്കലേക്ക് അശുദ്ധാത്മാവ് വരുമ്പോൾ ഈശോ പറയുകയാണല്ലോ, ആ സ്ഥലം അടിച്ചു വാരി സജ്ജീകൃതമായിട്ട് എന്നാൽ ആളൊഴിഞ്ഞ് കാണുന്നു, ആളില്ലാത്ത ഒരു ഭവനമായിട്ട് കാണുന്നു. ആളെന്ന് പറഞ്ഞ ഉടമസ്ഥനാണ്. ആളുള്ള വീട്, ഉടമസ്ഥനുള്ള വീടാണ്. നമ്മളുടെ മനുഷ്യ ശരീരത്തിൻ്റെ ആള്, ഉടമസ്ഥൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. 1 കൊരിന്തോസ് 3-16 വാക്യങ്ങളിലും അതേ ലേഖനത്തിൻ്റെ തന്നെ 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നു. അപ്പോൾ ഉടയവൻ എന്ന് പറയുന്നത്, ആള് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത വ്യക്തി ആളൊഴിഞ്ഞ വീടാണ്. അങ്ങനെയുള്ള വീട്ടിലേക്ക് പൈശാചിക അരൂപികൾ
ഒന്നിനെ അവിടെ നിരക്കി വിട്ടാൽ പോലും വേറെ 7 കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് കയറി വലിയ ദുരന്തം ആ വ്യക്തി ദൈവത്തിൽ ഉണ്ടാകും എന്ന് ഈശോ മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെയുള്ള ദുരന്തം ഉണ്ടാകാൻ ഇടവരാതെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഉടമസ്ഥനുള്ളതായി, ആളുള്ളതായിട്ട്, ദൈവം കൂടെയുള്ള ഭവനങ്ങളായിട്ട് മാറ്റുക. അതാണ് മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈശോയുടെ പേര് തന്നെ ഇമ്മാനുവൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ക്രിസ്തുമസിന് ഒരുക്കമായി 25 ദിവസം നോയമ്പെടുത്ത് പ്രാർത്ഥിച്ച് കുർബാനയിലെല്ലാം സംബന്ധിച്ച് ഒരുങ്ങുകയായിരുന്നു. എന്നാൽ ഈ ഒരുക്കത്തിൻ്റെ എല്ലാം പരിപൂർത്തിയായ ക്രിസ്തുമസിൻ്റെ തിരുപ്പിറവിയുടെ അവസരത്തിൽ നമ്മൾ വളരെ സൗകര്യപൂർവ്വം അശ്രദ്ധമായും മറന്നു കളയുന്ന ഒരു കാര്യം, ആർക്കു വേണ്ടി നമ്മൾ ഒരുങ്ങി കാത്തിരുന്നുവോ ആ ഉണ്ണിയേശുവിനെ നമ്മൾ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ട് ചപ്പുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന വലിയൊരു തിന്മയുടെ അനുഭവത്തിലോട്ട് നമ്മൾ അറിയാതെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്ന അനുഭവം ഒന്ന് ഓർമ്മിച്ച് നോക്കുകയും കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികൾ, കുടുംബാംഗങ്ങൾ, ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ കുടുംബത്തിൻ്റെ രീതികളെല്ലാം മാറുകയാണ്. ആദ്യമായിട്ട് കുഞ്ഞ് ജനിച്ച ഒരു യുവതി പങ്കുവെക്കുന്ന സത്യക്കുകയുണ്ടായി. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ആ കുഞ്ഞ് ഉറങ്ങാതെ എനിക്ക് ഉറങ്ങത്തില്ല. കുഞ്ഞിന് വിശക്കുമ്പോൾ ഞാൻ പാല് കൊടുക്കണം, കുഞ്ഞിനെ ഞാൻ കഴുകിക്കണം, എനിക്കൊരു വഴിക്ക് സ്വന്തമായിട്ട് യാത്ര പോകാൻ പറ്റുന്നില്ല, ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റുന്നില്ല, ഒന്ന് കറങ്ങാൻ പോകാൻ പറ്റുന്നില്ല, എൻ്റെ പള്ളിയിൽ പോലും ശരിക്കും പോകാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതം മുഴുവൻ ആകപ്പാട് മാറിപ്പോയി. ഇതേ അനുഭവം തന്നെയാണ് കുഞ്ഞിൻ്റെ അപ്പനും പറയുന്നത്. കുടുംബാംഗങ്ങളെല്ലാവരും ഇങ്ങനത്തെ മാറ്റത്തിലേക്ക് വരികയാണ്. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുടുംബത്തിലുള്ള എല്ലാവരുടെ ജീവിതത്തിൻ്റെ രീതികൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ട് തിരുപ്പിറവി, ഈശോ പിറക്കുന്ന അനുഭവം നമ്മൾ സ്വന്തമാക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും തിരുപ്പിറവി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ കുഞ്ഞ് എവിടെയാണ്? ഈ കുഞ്ഞിന് വേണ്ടി നമ്മൾ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത്? ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാനും എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു വലിയ അശ്രദ്ധ വരുത്തുന്നുണ്ട്. ക്രിസ്മസിന് ഒരുക്കമായിട്ട് നമ്മുടെ ജീവിതങ്ങളെല്ലാം നല്ലപോലെ അടിച്ചു വാരി സജ്ജീകരിക്കുന്നുണ്ട്. ശരിയാണ്, ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ സാമൂഹിക തലത്തിലും സാംസ്കാരിക മേഖലയിലും കുടുംബപരമായ കൂടുവരവുകളും മതജീവിതത്തിൽ പള്ളിപ്പോക്കും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാമായിട്ട് ഒരുപാട് അടിച്ചു വാരലുകളും വൃത്തിയാക്കലുകൾക്കും നിമിത്തമാകുന്ന ഒരു ഒരുക്കം തന്നെയാണ്. എന്നാൽ മത്തായി 12:44 ഈശോ നമ്മൾ കണ്ടില്ലേ, അശുദ്ധാരൂപി തിരിച്ചു വന്ന് കയറാൻ നോക്കും, ആ വീട് അടിച്ചു വാരി സജ്ജീകൃതമായിട്ട് കാണുന്നു, പക്ഷേ ആളില്ല, ആളൊഴിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ നമ്മൾ 25 ദിവസം കൊണ്ട് നമ്മുടെ ജീവിതം അടിച്ചു വാരി സജ്ജീകൃതമാക്കി, എന്നിട്ട് ഉടമസ്ഥനായ ദൈവത്തെ നമ്മുടെ ഉള്ളിൽ ബോധപൂർവം നിലനിർത്തി ആ തമ്പുരാൻ നിരക്കാത്ത എല്ലാം ദൂരീകരിച്ച് ഒരു ദമ്പതികളെല്ലാം കുടുംബത്തിൽ പുത്തനായിട്ട് ജനിച്ച കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ടി അവരുടെ സകല ടൈം ടേബിളും സൗകര്യങ്ങളും ക്രമീകരണങ്ങളും എല്ലാം മാറ്റിവെച്ച് ശ്രദ്ധിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ആളൊഴിഞ്ഞ് വീടാകും. ആളൊഴിഞ്ഞ വീട്ടിൽ നമ്മൾ 25 ദിവസം കൊണ്ട് പുറത്താക്കി ചാടിച്ചുവിട്ട അശുദ്ധാരൂപികൾ വേറെ കൂടുതൽ ദുഷ്ടതയുള്ള 7 കൂടെ കൂട്ടിക്കൊണ്ടു തിരിച്ചു കരുത അപകടം ഉണ്ടാകുമെന്ന് വചന വ്യക്തി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടല്ലോ. സംഖ്യയുടെ പുസ്തകം 23:23 യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല എന്ന് ബാലാം പറയുമ്പോൾ അതിന് കാരണം പറയുന്നുണ്ട് 21-ാമത്തെ വാക്യത്തിൽ, അവരുടെ ദൈവം അവരുടെ കൂടെയുണ്ട്. ദൈവം കൂടെയുള്ള വ്യക്തികൾക്കെതിരെ ഒരു പൈശാചിക ആക്രമണം വിജയിക്കുകയില്ല, ഒരു ആഭിചാര ക്ഷുദ്രപ്രയോഗം ഏൽക്കുകയില്ല. ആ ഒരു സംരക്ഷണം നിരന്തരമുള്ളവരാകാനായിട്ടാണ് ദൈവം മനുഷ്യനായി അവതരിച്ച. ദൈവം നമ്മോടുകൂടെ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. ലൂക്കാ 10:19-20 കരുത്ത് നമുക്ക് അനുഭവമാകുന്നത് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 18-19 വാക്യങ്ങൾ പറയുന്ന പോലെ, സത്യസ്വരൂപൻ വന്നു, നാം അവിടുന്നിലാണ്, അവിടുന്ന് നമ്മിലാണ്, അതുകൊണ്ട് ദുഷ്ടൻ അവനെ തൊടുകയില്ല. ഈ ഒരു വലിയ ദൈവരാജ്യ അനുഭവം, ദൈവ സംരക്ഷണത്തിൻ്റെ അനുഭവം, ദൈവം കൂടെയുള്ള അനുഭവം നമുക്ക് എല്ലാവർക്കും സ്വന്തമാക്കുവാനായിട്ട് ഈ ക്രിസ്മസിന്റെ ദിവസങ്ങളിൽ സാധിക്കട്ടെ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ
അനുഗ്രഹമായ സാന്നി സഹവാസവും സമാഗതമാകുന്ന പുതുവർഷം മുഴുവനിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.